ആലപ്പുഴയിൽ കോൺഗ്രസും ബി.ജെ.പിയും തനിക്കെതിരെ വർഗീയ പ്രചാരണം നടത്തുകയാണെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എ.എം. ആരിഫ്. കോൺഗ്രസിലുള്ളവരെ ബി.ജെ.പിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളായി കെ.സി. വേണുഗോപാൽ മാറിയെന്നും ആരിഫ് ആരോപിച്ചു. രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ബി.ജെ.പിക്ക് കൊടുക്കുന്നതിലൂടെ കെ.സി. ഭരണഘടന തിരുത്തിയെഴുതാൻ ബി.ജെ.പിക്ക് കൂട്ടുനിൽക്കുകയാണെന്നാണ് ആരിഫിന്റെ കുറ്റപ്പെടുത്തൽ. റിപ്പോർട്ടർ അശ്വമേധം പരിപാടിയിലാണ് ആലപ്പുഴയിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എ.എം. ആരിഫ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മണ്ഡലത്തിൽ ഉൾപ്പെട്ട ക്ഷേത്രങ്ങളിലെ സന്ദർശനവും ചടങ്ങുകളിൽ പങ്കെടുത്തതും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ച് യു.ഡി.എഫും ബി.ജെ.പിയും വർഗീയ പ്രചാരണം നടത്തുന്നതാണ് ആരിഫിന്റെ ഒന്നാമത്തെ ആരോപണം. ബി.ജെ.പി പിന്നെ അത്തരം പൊളിറ്റിക്സ് ആണ് എപ്പോഴും അവരുടെ റോൾ അതാണല്ലോ, അത് അവർ ചെയ്യുന്ന മനസ്സിലാക്കാം. ആ വീഡിയോ എടുത്ത് കോൺഗ്രസ്സുകാരും പ്രചരിപ്പിക്കുകയാണ്. വർഗീയ പ്രചരണത്തിന്റെ ഒരു ഭാഗം അത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ പ്ലാൻഡ് ആയിട്ട്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാൽ ബി.ജെ.പിക്കും കോൺഗ്രസിനും ഇടയിലെ പാലമാണെന്നും ആരിഫ് ആരോപിച്ചു. ഇത്രയധികം ആളുകൾ അപ്പുറത്തോട്ട് തന്നിട്ടുണ്ട്. 5 കൊല്ലം കൊണ്ട് അത്രയും ആൾക്കാരെ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഒന്ന് ലോക്സഭയിൽ എത്തിയാൽ ബാക്കി കാര്യം കൂടി ഏർപ്പാട് ചെയ്ത് തരാം. കെ.സി. വേണുഗോപാൽ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തി ബി.ജെ.പിയെ സഹായിക്കുകയാണെന്നും എ.എം. ആരിഫ് കുറ്റപ്പെടുത്തി. 2.5 കൊല്ലക്കാലം ബി.ജെ.പിക്ക് അവരുടെ നയങ്ങൾ നടപ്പിലാക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും. ഒരു സീറ്റ് ബി.ജെ.പിക്ക് കൃത്യമായി കൊടുക്കുക എന്ന ഒരു നല്ല ക്ലിയർ കട്ട് അജണ്ടയുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ എൽ.ഡി.എഫ് ക്യാമ്പുണ്ടായിരിക്കുന്ന അങ്കലാപ്പാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് യു.ഡി.എഫ് പ്രതികരിച്ചു. റിപ്പോർട്ടർ ആലപ്പുഴ.